മലയാളികൾ എല്ലാവരും ഇപ്പോൾ രേണുസുധിയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് എന്നതാണ് സത്യം. പ്രേക്ഷകർ അതെല്ലാം അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും വലിയ രീതിയിൽ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി ഓരോ തവണയും പിടിച്ചു പറ്റുന്ന രേണുസുധിക്ക് ഇപ്പോൾ വളരെയധികം സങ്കടമുള്ളൊരവസ്ഥയാണ് എന്നതാണ് ഏറ്റവും വലിയ സത്യം. ശരീരഭാരം 30ലേക്ക് കുറഞ്ഞിരിക്കുന്നു. തൻ്റെ ശരീരഭാരം 30ലേക്ക് വീഴുമ്പോൾ എന്തുമാത്രമായിരിക്കും രേണുസുധി ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയെന്നും ശരീരവേദനയും ക്ഷീണവുമെന്നും എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നുണ്ടാകും. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നുണ്ടാകും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്കത് വളരെ നന്നായി തന്നെ അറിയാനും സാധിക്കുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ സംസാരിക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും വളരെയധികം തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ വളരെയധികം സ്നേഹവും സോഷ്യൽ മീഡിയയിൽ ഇത് കാണാനും സാധിക്കുന്നുണ്ട്. രേണു വിഷമിക്കേണ്ട. രേണുവിൻ്റെ ശരീരഭാരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നത് മരുന്നിൻ്റെ ഒക്കെ തന്നെയും വിഷമമായിരിക്കാം. എന്നാൽ വിഷമിക്കാതിരിക്കൂ എന്നും എല്ലാം ഭേദമാകുമെന്നും എല്ലാവരും ആശ്വസിപ്പിക്കുകയാണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. രേണു ആകെ ക്ഷീണിതയാണ്. ഇനിയും ഭക്ഷണം കഴിക്കാതെയോ അല്ലെങ്കിൽ ഇങ്ങനെ ശരീരം വെയിറ്റ് താഴേക്ക് പോവുകയോ ചെയ്താൽ ICUയിൽ വീണ്ടും അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അത്രയേറെ ക്ഷീണിതയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിലും മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വേഗം ശരീരം ഉണങ്ങും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതൊരു ചർച്ചയായി മാറുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ രേണുവിൻ്റെ ഈ ഒരു വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് സത്യസന്ധമായി പറയുകയും ചെയ്യാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി വളരെ നന്നായി ചോദിക്കുകയും അതുപോലെ എല്ലാം കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. രേണു മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നും ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നും ക്ലിയറായി ചെക്കപ്പ് നടത്തുന്നുണ്ടോ എന്നും കീമോയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും എല്ലാം ചോദിച്ചറിയുകയും ചെയ്യുന്നു. അതിലൂടെ തന്നെ രേണുവിന് എന്തുമാത്രം സ്നേഹമാണ് കിട്ടുന്നത് എന്നതുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും രേണുവിനോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കാണുന്ന ഒരു കാര്യം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുന്നത്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.